വീട്ടിന്റെ അത്രത്തിന്റെ ബോറടിച്ചിട്ട് മുറ്റത്തിറങ്ങിയത്. ഇവിടെ നിന്നിട്ടാണെങ്കിൽ ബോറടി മാറുന്നുണ്ട്. അതുമില്ല. ബോറടി മറ്റെന്തോ ഒരു വഴി. കണ്ണാ കണ്ണാ, അതാരും വിളിക്കുന്ന എന്നെ. കണ്ണ എന്താ ഞാനാ? ഓ ടോമ നീ ആയിരുന്നാ? കണ്ണ എന്റെ അച്ഛൻ വന്ന്. ആഹാ വന്നു അച്ഛൻ. എപ്പോഴാ വന്നേ? ഇപ്പൊ വന്നതല്ലേ. ഞങ്ങള് വീട് താമസം മാറുക. അതൊന്നും പറ്റിയാടെ ഇപ്പഴാ പെട്ടെന്ന് മാറുന്ന വീട്? എന്റെ അച്ഛനാണെങ്കിൽ കേരളത്തിൽ തന്നെ വേറെ എവിടെ കൊണ്ടൊരു ജോലി കിട്ടി. അങ്ങനെ അച്ഛന്റെ ജോലി സ്ഥലത്ത് അടുത്തായിട്ടൊരു വീടുണ്ട്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോവാ. എന്റെ അമ്മയ്ക്ക് കുഞ്ഞാവും കൂടെ ഉണ്ടാകാൻ പോയില്ല. അതുകൊണ്ട് അച്ഛനെ ഇവിടെ നിൽക്കാൻ പോവാന്ന്. ചേട്ടാ നിങ്ങൾ പോവാണോ? അത് പാലക്കാട് കാണുന്ന പറഞ്ഞേ സ്ഥലം. അവിടെ കണ്ടാ ഞങ്ങള് പോന്നെ. പാലക്കാട് കൊറേ ദൂരം ഉണ്ട് ഇവിടുന്ന് അങ്ങോട്ട്. നിങ്ങൾ എങ്ങനെയാ പോന്നെ? എന്റെ ഡാഡിയുടെ കാറിന്. എന്നാ ശരി, ഞാൻ പോവാണേ. ഇപ്പൊ തന്നെ ഇറങ്ങുവാ. അയ്യോ, ഇനി ഇവിടെ താമസക്കാരല്ലേ വരുമോ? വരുമെന്ന് എന്താ അറിയത്തില്ലോ. ഇവിടുത്തെ വീടിന്റെ ഓണർ ആണെങ്കിൽ പറഞ്ഞു വരുമെന്ന് പറഞ്ഞ്. അറിയത്തില്ല. ശരി എന്നാ, ഇനി എന്തെങ്കിലും കാണാം. ഞാൻ നിന്നെ കാണാൻ വേണ്ടിട്ട് പാലക്കാട് വരാവേ. ശരി കണ്ണാ. കണ്ണ എന്റെ അമ്മയുടെ നമ്പരൊക്കെ അറിയാലോ? അറിയാം. പാലക്കാട് നീ എന്നെ കാണാൻ വരുമ്പോ നമ്പര് വിളിച്ചതല്ലേ അറിയത്തില്ല ഞങ്ങൾ എവിടെയായിരുന്നു. എന്നാ ശരി, പെട്ടെന്ന് പോവാ. ടാറ്റാ ടാറ്റാ. ചേടാ അവര് പോയല്ലോ. ഞാനെന്തിനാ വിഷമിക്കുന്നേ? അവരുടെ ഇഷ്ടമല്ലേ അത്. അയ്യോ ബോറടിച്ചിട്ട് വയ്യ. ഇനി അകത്തുകാലം കയറി പോവാ. ചേട്ടൻ മുറ്റത്തോട്ട് പോകുന്നുണ്ടായിരുന്നല്ലോ, ഇന്നെ കാണുന്നില്ലല്ലോ. തുമ്പി ചേട്ടനെ ഇവിടുത്തെ എത്ര പെട്ടെന്ന് വന്ന്? ഞാനൊന്ന് പേടിച്ചു പോയല്ലോ. ഞാൻ അടുക്കള വഴി കൂടെ വന്ന് കയറി. അടുത്തുമ്പോ എന്റെ ഫ്രണ്ട് ഇല്ലേ ടോം, അവനെ അവന്റെ കുടുംബം എല്ലാരും കൂടി ഇന്നാണെങ്കിൽ താമസം മാറുമെന്ന് പാലക്കാട്ടിലോട്ട്. അവന്റെ അച്ഛനാണെങ്കിൽ വന്നെന്ന് പറഞ്ഞ് ഇന്ന് വന്ന്. അങ്ങനെ അച്ഛനാണെങ്കിൽ ഗൾഫിൽ പോകുന്നില്ലെന്ന് പറഞ്ഞു. പാലക്കാട് നല്ല ജോലിയുണ്ട്, അങ്ങനെ അവിടെ പോയി താമസിക്കാനെന്ന് പറഞ്ഞു. ചേടാ അവര് പോയോ? അവരിപ്പോ പോന്ന് പറഞ്ഞേ. ചേടാ കൺമണിമോൾക്കാണെങ്കിൽ ടോമിന്റെ അമ്മയുടെ കുഞ്ഞാവെ കാണാൻ പറ്റിയില്ലല്ലോ. ശരിയാ. നമ്മളിനി ഗുരുവായൂരൊക്കെ പോകുന്ന സമയത്ത്, ഗുരുവായൂരിന്റെ അടുത്തല്ലേ പാലക്കാട്, അപ്പൊ ഗുരുവായൂരൊക്കെ പോകുന്ന സമയത്ത് അവന്റെ വീട്ടിൽ കയറാം നമുക്ക്. ശരി ചേട്ടാ. അയ്യോ കരയുന്ന കൺമണിമോളല്ലേ, പെട്ടെന്ന് നോക്കാ. എന്ത് പറ്റി കൺമണിമോളെ? കോക്രോച്ചോ? അയ്യോ ഒരു പാറ്റിനെ കണ്ടിട്ടാണ് നീ ഇത്ര പേടിച്ചെടു കൺമണി മോളെ? പേടിച്ചു പോയല്ലോ. ഞങ്ങൾ അപ്പുറത്തോ വരുന്നുണ്ടോ? അതെന്തിനാ? അത് ശരിയാ, ഞാൻ എടുത്തു കളയാം. പിന്നെ എടി നീ വരുന്നുണ്ടോ? അത് നിന്നെ ഒന്നും ചെയ്യാൻ വന്നില്ലല്ലോ. അതാരും കോണിമ്പല്ല അടിച്ചത്. ചെന്ന് നോക്കേട്ടാ. ആന്റി ആന്റി ആരാ? ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ഞങ്ങൾ ഇതുവരെ ഇവിടെ. ഈ വീടിന്റെ അടുത്ത് വല്ല വാടക വീട് വല്ല ഉണ്ടോ? ഉണ്ടല്ലോ ആന്റി. ഏത് വീടാത്? ഓണറിന്റെ പേര് പറയണേ എനിക്കറിയാം. സുമാനഘാട്ടുള്ള പേരുള്ള ഓണർ. എനിക്കറിയാം ആന്റി. ആ വീട്ടിലെ താമസക്കാരൊന്നും താമസം മാറിയതേ ഉള്ളൂ. എനിക്കത് കാണിച്ചു തരാം വീട്. കാണിച്ചു തരാം ആന്റി. ആന്റി ഇതേതാ മോളോ? ആന്റിയുടെ ആണോ? എന്റെ മോളത്. എത്ര മക്കളുണ്ട് ആന്റിക്ക്? എനിക്ക് ഒരു മകളെ ഉള്ളു. അല്ല ആന്റി, ഈ കുട്ടിയുടെ അച്ഛൻ പോന്നില്ലേ? മോളുടെ അച്ഛനാണ് ജോലിക്ക് പോയേക്കും, വൈകിട്ടേ വരത്തുള്ളൂ. ഞങ്ങളോടൊക്കെ താമസം മാറാൻ പറഞ്ഞേ. ബാ ആന്റി, ഞാൻ സ്ഥലം കാണിച്ചു തരാം. വരട്ടെ, നിങ്ങൾ അവിടെ ഇരിക്കും, ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാം. ബാ ആന്റി, ഞാൻ വീട് കാണിച്ചു തരാം. ആന്റി ആ വീടാ കേട്ടോ നിങ്ങൾ താമസിക്കണ്ടേ? ശരി മോനെ. ഇഷ്ടപ്പെട്ടോ ആന്റി വീട്? ഇഷ്ടപ്പെട്ടു മോനെ. ആന്റി ആന്റിയുടെ താക്കോലുണ്ടോ വീടിന്റെ? താക്കോലേ ഇല്ലല്ലോ. അയ്യോ എന്ത് ചെയ്യും? ഓണറെ വിളിച്ചു പറഞ്ഞായിരുന്നു. താക്കോലാണെങ്കിൽ ചെടിച്ചെട്ടിന്റെ അടിയിങ്ങോട്ട് കൊണ്ടത്. ബാ ആന്റി, നമുക്ക് വീട് കാണാം. ഞാൻ കയറിയിട്ടുണ്ട്. എന്റെ ഫ്രണ്ടിന്റെ വീട് ആയിരുന്നത്. ആന്റി ഇതാ കേട്ടോ വീടേ. നല്ല വീടാ മോനെ. ആന്റി നിങ്ങളെ വീട് വാടക കാണാൻ സ്വന്തമായിട്ട് വാങ്ങിക്കാൻ പോണോ? ഞങ്ങളിപ്പോ വാടക കിടക്കുന്നേ. നല്ല വീടാണെങ്കിൽ അങ്ങ് വാങ്ങിക്കും. അല്ല പിന്നെ നിങ്ങൾ സ്വന്തം വീട്ടിലാണ് താമസിക്കുന്നത്? അത് ഞങ്ങളുടെ സ്വന്തം വീടാ. അല്ല ആന്റിയുടെ പേരെന്തുവായിരുന്നു? എന്റെ പേര് ദേവിക. ആന്റിയുടെ മോളുടെ പേരെന്താ? എന്റെ മോളുടെ പേര് ഹെയ്തി. ഹെയ്തിയാ? വാവ്, നല്ല പേര്. അല്ല മോളുടെ അച്ഛന്റെ പേരെന്താ? മോളുടെ അച്ഛന്റെ പേര് മധു. അത് ശരി ആന്റി, ഞാൻ പോവാളെ. ശരി മോനെ. പിന്നെ അങ്ങനെ വരുമ്പോ ചോദിക്കാം മോളെ. മോൾക്ക് വിശക്കുന്നുണ്ടോ? അമ്മയാണെങ്കിൽ ആഹാരം ഉണ്ടാക്കട്ടെ. മോളെ ഒന്ന് കളിച്ച.
രണ്ടെണ്ണത്തിന് കാണുന്നില്ലല്ലോ. ഞാൻ കൊണ്ടുപോകുന്നതിന് പിണങ്ങിയോ? പിണങ്ങി കാണാൻ സാധ്യതയില്ല. തുമ്പി കൺമണിമോളെ, എനിക്ക് കൂട്ടുകാരെ കിട്ടിയാ കളിക്കാൻ. എനിക്ക് എവിടെ നിന്ന് കിട്ടുമോ കൂട്ടുകാരെ കളിക്കാൻ? ചേച്ചി എന്തിനാ എനിക്ക് കളിക്കാൻ ഒരു കൂട്ടുകാരെ കിട്ടിയപ്പോ അഹങ്കാരപ്പെടുന്നേ? ഒന്ന് പോ അച്ഛനോട്, അഹങ്കാരപ്പെടുന്നത് പോകരുത്. അതിന് ചേച്ചി എന്തിനാണ് വഴക്ക് പറയുന്നേ? എനിക്ക് അഹങ്കാരമാണെന്ന് പോലും. പിന്നെ അങ്ങനെ പറഞ്ഞ വഴക്ക് പറയാൻ എന്ത് ചെയ്യട്ടെ? എടി ഒരെണ്ണന് ഇവിടെ ഉണ്ടായിരുന്നോ? എന്താണ് ഭയങ്കര വഴക്ക്? ഈ കൺമണിയാണെങ്കിൽ കൺമണികൾക്ക് പുതിയ കൂട്ടുകാരെ കിട്ടുമെന്ന് പറഞ്ഞോണ്ടിരിക്കുവായിരുന്നേ. അപ്പൊ ഞാനാണെങ്കിൽ ഒന്ന് പറഞ്ഞേ എനിക്കിടെ അപ്പൊ കൂട്ടുകാരെ കിട്ടുമെന്ന്. കൺമണിമോൾ എന്തായാലും പറഞ്ഞത് പറയട്ടെ. കൺമണികൾക്ക് പുതിയ കൂട്ടുകാരെ കിട്ടിയപ്പോ എനിക്ക് ആ കൺമണിയോട് അസൂയാണ് അവള് പറഞ്ഞത്. ഞാനൊന്നും അങ്ങനെ പറഞ്ഞില്ല കേട്ടാ. എടി നിനക്ക് എപ്പോ തുടങ്ങിയ സമൂഹമാണ് കള്ളം പറയുന്നേ? ഞാനിപ്പോ കള്ളം പറഞ്ഞു ചേച്ചി. എടാ നീ എടി എന്നോട് പറഞ്ഞേ എനിക്ക് നിന്നോട് അസൂയാണ് പുതിയ കൂട്ടുകാരെ കിട്ടുമ്പോ നിനക്ക്? ഞാനിപ്പോ പറഞ്ഞു അങ്ങനെ. നീ പറഞ്ഞില്ല തോന്നുന്നു. പിന്നെ നീ പറയുന്നതല്ലേ കേട്ടോ, അല്ല വേറെ ആരും പറഞ്ഞു കേട്ടില്ലല്ലേ? ചേച്ചിക്ക് എന്നോട് അസൂയ അധികം നേരം പറഞ്ഞിട്ട് പോരല്ല. ഓ രണ്ടെണ്ണം നിർത്തില്ലുണ്ടോ മനുഷ്യന് ദേഷ്യം വരുന്നത്. നീ ആരും മിണ്ടായിരിക്കണ ചേട്ടാ. പറയണേ, നീ അങ്ങനെ പറഞ്ഞിട്ടില്ലേ എന്നോട്? ഓ എന്റെ പൊന്നു ചേച്ചി അങ്ങനെ പറഞ്ഞിട്ടില്ല. നീ കൺമുള്ളുമ്പോൾ നീ എന്നെ കള്ളം പറഞ്ഞിട്ടോ? നല്ല അടി വാങ്ങി കേട്ടോ, ഉറപ്പായിട്ട് എന്നെ നല്ല അടി വാങ്ങിയിരിക്കുന്നത്. നീ ഇതിന് കള്ളം പറിച്ചു വെക്കുന്നേ? പറഞ്ഞാലും എന്താ കുഴപ്പം ചേട്ടനോട്? വേണ്ട ചേട്ടൻ അറിഞ്ഞ ചേട്ടൻ എന്നെ വഴക്ക് പറയും. എടി കൺമുള്ളുമ്പോൾ ഞാൻ എന്തിനാണ് നിന്നെ വഴക്ക് പറയുന്നത് പറഞ്ഞാല്? ആ കണ്ട ചേട്ടൻ പറഞ്ഞു കേട്ടോ. പിന്നെ നീ എന്തിനാണ് കള്ളം പറഞ്ഞേ? അത് പിന്നെ ഞാൻ ഒരു ഞാനും പറയണം. പിന്നെ അവിടെ അയ്യോ എന്റെ അമ്മയെ ഞാൻ തലകുത്തി പൊങ്ങി പോന്നേ ആകാശത്തോട്ട്. അയ്യോ ചേച്ചി ചേച്ചി പറഞ്ഞാട്ട് നോക്കിക്കേ. അയ്യോ ചേട്ടാ എന്ത് പറ്റി? അയ്യോ ഞാൻ മേലോട്ട് തലകുത്തി പോന്നേ. അയ്യോ എനിക്ക് തല കറങ്ങുന്നേ. അയ്യോ എന്നെ ആരെങ്കിലും പിടിച്ച് താഴെ ഇറക്ക്. അയ്യോ ചേച്ചി ചേച്ചി അങ്ങനെ തലകുത്തി പൊങ്ങി നിൽക്കുക. എന്നെ രണ്ടുപേരും താഴെ ഇറക്കാൻ വന്നിട്ട് സംസാരിക്കാം. അയ്യോ തല കറങ്ങുന്നേ. ചേട്ടാ എന്റെ കയ്യെ പിടിക്കേ. അങ്ങനെ എന്റെ അമ്മേ. അയ്യോ ചേട്ടൻ എന്തെങ്കിലും പറ്റിയോ? എനിക്കൊന്നും പറ്റിയില്ല. ചേട്ടൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്കൊരു കുഴപ്പമില്ല തുമ്പി. എനിക്ക് മനസ്സിലാവും ഞാൻ എങ്ങനെ തല കുത്തി പൊങ്ങി പോയെന്ന് എനിക്ക് മനസ്സിലാവത്തെ. നീ അത് മിണ്ടാണ്ടിരിക്കുന്നുണ്ടോ കൺമുള്ളുമ്പോള് മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്? ചേട്ടാ എന്താടി? ചേട്ടാ കൺമുള്ളുമ്പോള് പറഞ്ഞ സത്യമാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ചേട്ടൻ എങ്ങനെ ഈ തലയും കുത്തി മേലോട്ട് പൊങ്ങി പോയത്? എനിക്കും ചില സംശയം തോന്നുന്നു കൺമണിമോള് പറഞ്ഞതുപോലെ. ചേട്ടാ ഇനി കൺമണിമോള് പറഞ്ഞ പോലെ പ്രേതം ഒറ്റാണോ? പ്രേതൊന്നും ആയിരിക്കത്തില്ല, വേറെ എന്തായാലും ആയിരിക്കും. വേറെ എന്തായിരിക്കും? ചേട്ടൻ ആരില്ല കയറെ പിടിച്ച് തൂക്കിട്ടോ അങ്ങനെ? ചേട്ടാ ആകെ കൂടെ ആലോചിച്ചിട്ട് കൺഫ്യൂഷൻ ആയല്ലോ. ഓ എനിക്ക് തോന്നുന്ന പ്രേതം തന്നെയാണ്. എനിക്കും ഇപ്പൊ ചെറിയൊരു സംശയം തോന്നുന്നുണ്ട്, ചെറിയൊരു സംശയം. എന്റെ പിന്നെ പേടിച്ചിട്ട് വരയ്ക്കാൻ ഞാൻ. അയ്യോ പേടി വരുന്നു. നീ പേടിക്കണ്ട കൺമണിമോളെ, നമ്മൾ ഇത്രയും പേരല്ലേ ഇവിടെ. നമ്മൾ എത്രയൊക്കെ പേരുണ്ടെന്ന് പറഞ്ഞാലും ഒരു കാര്യമില്ലല്ലോ. പ്രേതത്തിന് നമ്മളൊരു പൊടിയല്ലേ. എനിക്ക് പക്ഷേ പ്രേതത്തിനെ കണ്ടുമില്ല, പ്രേതത്തിന്റെ സൗണ്ട് കേട്ടുമില്ല. അതൊക്കെ പ്രേതമുള്ള ഒരു സൂചന കിട്ടിയത് ഞാൻ അങ്ങനെ മേളോട്ട് ഇങ്ങനെ പൊങ്ങി പോയപ്പോഴാണ്. എന്തോ നിഗൂഢമായിട്ട് സംഭവിക്കുന്നുണ്ടല്ലേ ചേട്ടാ? ആ ശരിയാ. അയ്യോ അതെന്തൊരു സൗണ്ട് കേട്ടെ. അയ്യോ അയ്യോ എന്നൊരു സൗണ്ട് കേട്ടെ. ശരിയാണല്ലേ ചേട്ടാ? കേട്ട സൗണ്ട്. അമ്മേ പേടി വരുന്നേ. കൺമണിമോളെ എഴുന്നേറ്റേ. അയ്യോ അയ്യോ ഇതൊക്കെ കൺമണിമോളെ നീ പെട്ടെന്ന് ബോധം കെട്ടുവേ. അയ്യോ ചേച്ചി നമ്മുടെ തലയ്ക്ക് മേലെ പ്രേതം. അതിലെവിടെയാണ് ഈ പ്രേതം? ഞാൻ ചേട്ടന് മേലോട്ട് നോക്കിയല്ലോ, ഒരു പ്രേതത്തിനെ കണ്ടില്ലല്ലോ. അല്ല ഞാൻ മുമ്പേ പ്രേതത്തിനെ കണ്ട്. ആ പ്രേതത്തിനെ കണ്ടിട്ടാ ചേച്ചി ചേട്ടൻ ഞാൻ ബോധം കെട്ടുവീണേ. ചേട്ടാ ഈ കാര്യം ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല, നമുക്ക് അമ്മയുടെ ഒന്ന് പറയാം. ആ ശരിയാ തുമ്പി, നമുക്ക് അമ്മയുടെ ഒന്ന് പറയാം. വാ കൺമണിമോളൊക്കെ അടുക്കളയിലോട്ട് വാ. അമ്മേ എന്താ മക്കളെ? അമ്മയോട് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. സീരിയസ് ആയിട്ടുള്ള കാര്യം പറ മക്കളെ. അമ്മ ഞാനും തുമ്പി കൺമണിമോളാണെങ്കിൽ ഞങ്ങളുടെ ബെഡ്റൂമിൽ നിൽക്കുമായിരുന്നേ. ആ സമയത്ത് ഞാനാണ് തലയിടി പൊങ്ങി അങ്ങ് മേലോട്ട് പോയി. തലയിടെ മേലോട്ട് പൊങ്ങി പോയോ? അതെ അമ്മ, വേണമെങ്കിൽ ഇവരോട് രണ്ടോട് ചോദിച്ചു നോക്ക്. ആണോ മക്കളെ? അതെ അമ്മേ, അതെ അമ്മേ. കൺമണിമോളാണെങ്കിൽ ആ പ്രേതത്തിനെ കണ്ടെന്ന് പറയുന്നത്. അവളങ്ങനെ ബോധം കെട്ടി വീണ്. ഈ കൺമണിമോളെ പ്രേതത്തിനെ കണ്ട എങ്ങനെയുണ്ട്? ഞാനും ചേട്ടൻ ചേച്ചി ബെഡ്റൂമിൽ നിൽക്കുമായിരുന്നു. അപ്പൊ മേലെ നിന്ന് സൗണ്ട് അടിച്ച് മേലോട്ട് നോക്കിയപ്പോ പ്രേതത്തിനെ കണ്ട് പെട്ടെന്ന് ബോധം കെട്ടി വീണ് ഞാൻ. അയ്യോ ബോധം കെട്ടി വീണ് നമുക്ക് എന്തിനു പറ്റിയോ? എനിക്കൊന്നും പറ്റിയില്ല അമ്മേ. മക്കളെ ഞങ്ങളെ സൗണ്ട് കേട്ടോ? കേട്ടമ്മേ, ഞങ്ങള് ബെഡ്റൂമിൽ നിൽക്കുമ്പോ ഇതേ സൗണ്ട് തന്നെ കേട്ടെ. ആ മക്കളെ എന്റെ തലയ്ക്ക് എന്ത് ഭയങ്കര ഭാരം തോന്നുന്നേ.
പൊടി